നമസ്കാരം. ഷെക്കേന ന്യൂസിന്റെ 4 മണി ചർച്ചയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. 2018 മഹാപ്രളയം, 2019 പ്രളയം, 2020 പെട്ടിമുടി ദുരന്തം, 2021 ഉരുൾപൊട്ടലുകൾ, 2024 വയനാട് ദുരന്തം, ഏറ്റവും ഒടുവിലിത 2026 മഴക്കെടുതി, പ്രളയക്കെടുതി കേരളത്തിൽ വളരെയധികം ഭീഷണി സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് കൃത്യമായിട്ടുള്ള ഇടവേളകളിൽ ഇത്തരത്തിലുള്ള ദുരന്തങ്ങൾ മഴ മൂലം, പ്രളയം മൂലം കേരളത്തിൽ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്? യഥാർത്ഥത്തിൽ മഴയാണോ വില്ലൻ, അല്ലെങ്കിൽ മഴയെ കൃത്യമായി കൈകാര്യം ചെയ്യുന്നതിലെ അലംഭാവമാണോ പലപ്പോഴും ഇത്തരത്തിലുള്ള ദുരന്തങ്ങൾ കേരളത്തിൽ ആവർത്തിക്കുന്നത്? ഈ വിഷയങ്ങളാണ് ഇന്ന് ഷെക്കേന 4 മണി ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഇനി ചർച്ചയിൽ നമ്മോടൊപ്പം ചേരുന്നു ഇടുക്കി രൂപത PRO ബഹുമാനപ്പെട്ട ഫാദർ ജിൻസ് കാരക്കാട്ട്, ഒപ്പം തന്നെ വാഷ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പ്രൊജക്ട് മാനേജർ ശ്രീ അഭിലാഷ് രമേശ്, ഒപ്പം തന്നെ മാധ്യമ പ്രവർത്തകൻ ശ്രീ ജോൺസൺ കൊച്ചുപറമ്പൻ. 3 പേർക്കും ഈ ചർച്ചയിലേക്ക് സ്വാഗതം. ആദ്യം ജിൻസ് വെച്ചാൽ, നമുക്കറിയാം ഇടുക്കി ജില്ല ഡാമുകളുടെ ഒരു നാട് എന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കാൻ സാധിക്കും. പലപ്പോഴും കഴിഞ്ഞ കുറെ നാളുകളായി, നമുക്കറിയാം നൂറ്റാണ്ടുകളായി കേരളത്തിൽ മഴ പെയ്യുന്നുണ്ട്, ഇടുക്കി ജില്ലയിലും മഴ പെയ്യുന്നുണ്ട്. പക്ഷേ കഴിഞ്ഞ കുറെ വർഷങ്ങളുടെ ഒരു കണക്കെടുത്ത് നോക്കുമ്പോൾ, സാഹചര്യങ്ങൾ എടുത്തു നോക്കുമ്പോൾ, ആവർത്തിക്കുന്ന ദുരന്തങ്ങൾ എടുത്തു നോക്കുമ്പോൾ വളരെ ആശങ്ക ജനിപ്പിക്കുന്ന സ്ഥിതിവിശേഷം തന്നെയാണ് മലയോര മേഖലയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ദുരന്തങ്ങൾ ഒഴിവാക്കാവുന്ന ചില സാഹചര്യങ്ങൾ തന്നെയല്ലേ? ഒരു മനുഷ്യ നിർമ്മിതം എന്ന് വേണമെങ്കിൽ നമുക്ക് ഇതിനെ വിശേഷിപ്പിക്കാൻ സാധിക്കുകയില്ലേ ഫാദർ ജിൻസ്? നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ കാലാവസ്ഥയിൽ ഗണ്യമായിട്ടുള്ള മാറ്റം ഈ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് നമുക്കറിയാം. നമുക്ക് ഊഹിക്കാവുന്നതും പരമ്പരാഗതമായി നമ്മൾ കൈകാര്യം ചെയ്യുന്നതുമായിട്ടുള്ള ഒരു രീതി അനുസരിച്ച് നമ്മുടെ കാലാവസ്ഥയെ നമുക്ക് നിർണ്ണയിക്കാൻ സാധ്യമാകാത്ത രീതിയിലേക്ക് ഇന്ന് സ്ഥിതികൾ മാറിയിട്ടുണ്ട്. നമുക്കറിയാം, ഈ വർഷം ജൂൺ മാസമൊക്കെ ആകുമ്പോഴേക്കും സ്വാഭാവികമായിട്ടും ഇടുക്കി ഉൾപ്പെടെയുള്ള പ്രദേശത്ത് നല്ല മഴ ലഭിക്കേണ്ട സ്ഥലം അങ്ങനെയായിരുന്നു നമുക്ക് നാളുകളായിട്ടുണ്ടായിട്ടുള്ള അനുഭവം. പക്ഷെ ഈ വർഷം അങ്ങനെ ഉണ്ടായില്ല. വലിയ ചൂട് അനുഭവപ്പെട്ട നാളുകളാണ്. പക്ഷെ ഓഗസ്റ്റ് 1 തീയതി എത്തുമ്പോഴേക്കും ഉണ്ടായിട്ടുള്ള ഒരു മാറ്റം എന്ന് പറയുന്നത് വളരെ പെട്ടെന്ന് മഴ എത്തുന്നു. അതൊരു 2 ദിവസമൊക്കെ ആകുമ്പോഴേക്കും അതൊരു പ്രളയ സമാനമായ സ്ഥിതിവിശേഷത്തിലേക്ക് എത്തിച്ചേരുന്നു എന്നുള്ളത് ആശങ്കാജനകമായിട്ടുള്ള വസ്തുതയാണ്. 2018 നമ്മൾ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ഒരു വലിയ പ്രളയത്തെ നമ്മൾ നേരിട്ടതാണ്. അന്ന് വലിയ കേടുപാടുകൾ കേരളമാകുകയും പ്രത്യേകിച്ച് ഇടുക്കിയിലൊക്കെ ഉണ്ടായിട്ടുള്ളതാണ് നമുക്കറിയാം. അതിനുശേഷം കാലാവസ്ഥയിൽ ഉണ്ടായിട്ടുള്ള മാറ്റം, അത് പ്രകൃതിയുടെ വിഷയങ്ങളൊക്കെ ആകാം, കാലാവസ്ഥയുടെ പ്രശ്നങ്ങളൊക്കെ ആകാം. പക്ഷെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഇതിനെ നേരിടാൻ വേണ്ടിയിട്ട് നമ്മളുടെ ഭാഗത്ത് നിന്ന് ഒരു മുൻകൈ എടുക്കേണ്ട സ്ഥിതിവിശേഷം സമയം അതിക്രമിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് പറയേണ്ടി വരുന്നത്. ഇവിടെ ആമുഖത്തിൽ സൂചിപ്പിച്ചു, ഡാമുകൾ ഏറെയുള്ള ഒരു പ്രദേശമാണ് ഇടുക്കി എന്ന് പറയുന്നത്. അങ്ങനെ തന്നെയാണ്, ജലസമ്പന്നുകൾ ഏറെയുള്ള പ്രദേശമാണ്. അങ്ങനെയുള്ള ഒരു പ്രദേശത്തെ, അതുപോലെ തന്നെ മലനിരകളുള്ള സ്ഥലമാണ്. പല സ്ഥലങ്ങളിലും ലാൻഡ് സ്ലൈഡുകളൊക്കെ ഉണ്ടാകുന്നു, മണ്ണിടിച്ചിലുകൾ ഉണ്ടാകുന്നു, അപകടങ്ങൾ ഉണ്ടാകുന്നു, ജീവഹാനി ഉണ്ടാകുന്നു, വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാകുന്നു, വീടുകൾക്ക് കേടുപാടുകൾ ഉണ്ടാകുന്നു, വീടുകൾ അപ്പാടെ നശിച്ചു പോകുന്ന സ്ഥിതിവിശേഷമുണ്ട്. അങ്ങനെ എല്ലാ തരത്തിലും എടുത്തു നോക്കുമ്പോൾ വലിയ പരിക്കുകൾ പറ്റുന്ന ഒരു സ്ഥലമായിട്ട് ഇത് മാറുകയാണ്. അതുപോലെ തന്നെ ആളുകൾക്ക് വലിയ ആശങ്കകൾ ഉള്ളിലുണ്ട്. ഈ മഴക്കാലമൊക്കെ എത്തുമ്പോഴേക്കും കാലാവസ്ഥയിൽ ഈ മാറ്റങ്ങൾ വന്നതിന് ശേഷം, നമുക്കറിയാം നാളുകൾക്ക് മുമ്പ് മഴക്കാലം എന്നൊക്കെ പറയുന്നത് ജൂൺ മാസം 1 തീയതി തൊട്ട് മഴ തുടങ്ങിയാൽ അത് തുടർച്ചയായി 2-3 മാസങ്ങൾ ഇങ്ങനെ തുടർച്ചയായിട്ട് നിൽക്കുന്ന സ്ഥിതിവിശേഷമാണ്. ഇന്ന് നമുക്കൊരു 3 ദിവസം അടുപ്പിച്ച് മഴ പെയ്താൽ അത് പ്രകൃതിയുടെ എല്ലാ തരത്തിലുള്ള താളം തെറ്റുന്ന സ്ഥിതിയിലേക്ക് എത്തിച്ചേരുന്നു. ഈ വർഷം നമുക്കറിയാം അത്രമാത്രം ഒരു പെട്ടെന്ന് ആളുകൾക്ക് ഇതിൽ നിന്ന് മാറി നിൽക്കാൻ മാത്രമുള്ള അത്തരത്തിലുള്ള തോന്നൽ ജനിപ്പിക്കുന്ന രീതിയിലുള്ള മുൻകരുതലുകൾ എടുക്കാൻ പര്യാപ്തമായിട്ടുള്ള അറിയിപ്പുകൾ ലഭ്യമായിട്ടില്ല എന്നുള്ളത്. ഇവിടെ യെല്ലോ അലർട്ടും ഓറഞ്ച് അലർട്ടും ഒക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. പക്ഷെ അത് കുറെ നാളായിട്ട് നമ്മളിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നതാണ്. പക്ഷെ അങ്ങനെ ഒരു പ്രളയ സമാനമായിട്ടുള്ള സാഹചര്യം, അപകട സമാനമായിട്ടുള്ള സാഹചര്യം ഉണ്ടാകും, പെട്ടെന്ന് ആളുകൾക്ക് മാറേണ്ട ഒരു സ്ഥിതിവിശേഷം ഉണ്ട് എന്ന് തോന്നിക്കത്തക്ക വിധത്തിലുള്ള ഒരു മുന്നറിയിപ്പുകൾ നമുക്ക് ലഭ്യമായിട്ടില്ല എന്നുള്ളത് ഈ വർഷം നമ്മൾ കണ്ട ഒരു വലിയ പ്രതിസന്ധിയാണ്. അതുപോലെ തന്നെ ഇവിടുത്തെ ഡാമുകൾ അധികം ഉണ്ട് എങ്കിലും ജലം സംഭരിക്കാൻ പര്യാപ്തമായ ഡാമുകൾ ഒന്നും ഇടുക്കിയിലില്ല എന്നുള്ളത് വളരെ ഗൗരവത്തോടെ നമ്മൾ കാണേണ്ടതാണ്. നമ്മൾ ഇത്തരത്തിലുള്ള വിഷയം ഇതിനു മുമ്പും നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. നമ്മൾ ഈ മഴക്കാലമൊക്കെ ആകുമ്പോൾ ഈ വിഷയങ്ങൾ ബന്ധപ്പെട്ടവരുമായിട്ട് നേരത്തെയും നമ്മൾ അറിയിച്ചിട്ടുള്ള വിഷയങ്ങളൊക്കെയാണ്.
പക്ഷെ ഇവിടുത്തെ ജലസംഭരണികളൊന്നും ജലം സംഭരിക്കാൻ പര്യാപ്തമല്ലാത്ത സ്ഥിതിവിശേഷത്തിലേക്ക് ഇന്ന് എത്തിയിട്ടുണ്ട്. ഇപ്പോൾ നമുക്കറിയാം, ഇവിടെ ഇടുക്കിയിലെ കല്ലാർകുട്ടി ഡാം ജൂൺ മാസം ഓഗസ്റ്റ് 1 മഴ തുടങ്ങി 2 ദിവസങ്ങൾക്ക് ശേഷം അതിന്റെ എല്ലാ ഷട്ടറുകളും മുഴുവൻ സമയം തുറന്നിരിക്കുന്നു. എന്ന് വെച്ചാൽ ആ ഡാമിൽ ജലം സംഭരിക്കാൻ പര്യാപ്തമല്ലാത്തൊരു സാഹചര്യത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു. ജലസംഭരണി എന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റില്ല. 2018 വലിയ പ്രളയം ഉണ്ടായ സമയത്ത് അതിൻ്റെ അകത്ത് മുഴുവൻ ചെളി അടിഞ്ഞിട്ടുണ്ട്, എക്കലടിഞ്ഞിട്ടുണ്ട്. അതിനുശേഷം ഉണ്ടായിട്ടുള്ള വലിയ മഴ എന്ന് പറയുന്നത് ഹൈറേഞ്ചിൽ നേരത്തെ ചെറിയ മഴകൾ ഇങ്ങനെ സുദീർഘമായിട്ട് പെയ്യുകയായിരുന്നെങ്കിൽ ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പൊ കുറഞ്ഞ സമയത്ത് വലിയ മഴകൾ പെയ്യുന്ന ഒരു സ്ഥിതിവിശേഷമാണ് പോകുന്നത്. അതിന്റെ പരിണിതഫലമായിട്ട് വലിയ മണ്ണൊലിച്ചിൽ ഉണ്ടാകുന്നു. ഈ മണ്ണൊലിച്ചിൽ ഈ ഡാമുകളിലേക്ക് മണ്ണ് കൂടുതലായിട്ട്, ചെളി കൂടുതലായിട്ട് എത്തിച്ചേരാൻ വേണ്ടിയിട്ട് കാരണമായി തീരുന്നു. അങ്ങനെ ഈ ജലസംഭരണി ഇന്ന് മണ്ണ് കൊണ്ട്, ചെളി കൊണ്ട്, എക്കല് കൊണ്ട് നിറയപ്പെട്ട സാഹചര്യമാണ്. അതുകൊണ്ട് വളരെ കുറച്ച് പ്രദേശങ്ങൾ മാത്രമേ ജലം സംഭരിച്ചു വെക്കാനായിട്ട് പറ്റുകയുള്ളൂ. ഇന്നിവിടെ വലിയ വരൾച്ച ഉണ്ടാകുന്നു, ജലക്ഷാമം ഉണ്ടാകുന്നു, വൈദ്യുതി ക്ഷാമം ഉണ്ടാകുന്നു. ഇതൊക്കെ നമ്മൾ കൂട്ടി വായിച്ചെടുക്കുമ്പോൾ ഇവിടുത്തെ ജലസംഭരണികൾ ജലം സംഭരിക്കാൻ പര്യാപ്തമല്ലാതായി മാറുന്നു എന്നുള്ളത് വളരെ ഗൗരവത്തോടെ നമ്മൾ കാണേണ്ടതാണ്. അത് ഇനിയും ഇങ്ങനെ മഴ നിന്ന് പോയി കഴിഞ്ഞാൽ, ഇനി തുടർച്ചയായിട്ട് മഴ, ഇവിടെ ഇടുക്കി ഡാമിലൊന്നും ആവശ്യത്തിന് വെള്ളമൊന്നും ആയിട്ടില്ല എന്നുള്ളത് ഒരു വസ്തുതയാണ്, അതൊരു വശത്ത് നിൽക്കുകയാണ്. പക്ഷേ ഈ ചെറിയ ഡാമുകളിലൊക്കെ പെട്ടെന്ന് ജലം നിറയുകയും നിറഞ്ഞു പോകുന്ന ഒരു സാഹചര്യവും ഇന്ന് നൽകുകയാണ്. അത് വേണ്ട രീതിയിൽ ഗൗരവത്തോടെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ എടുക്കുന്നില്ല എങ്കിൽ വരും നാളുകളിലും ഭീതിതമായിട്ടുള്ള അപകടങ്ങൾ നമ്മളെ കാത്തിരിക്കും നമ്മൾ തിരിച്ചറിയുക. 18 ഇവിടെ വലിയ നാശനഷ്ടം ഉണ്ടാകുന്നതിന് ഒരു പ്രധാനപ്പെട്ട കാരണം അനിയന്ത്രിതമായിട്ടുള്ള അളവിലേക്ക് ഈ ഡാം തുറന്നതാണ് എന്ന് എല്ലാവർക്കും അറിയാവുന്ന വസ്തുതയാണ്. ഇടുക്കി ഡാം മറ്റൊരു മാർഗവുമില്ലാതെ അത് ഗണ്യമായ അളവിൽ അതിന്റെ ജലം തുറന്നുവിട്ടതാണ് വലിയ അപകടങ്ങളും വലിയ നാശനഷ്ടങ്ങളും ഉണ്ടായത് എന്ന് നമുക്കറിയാം. അപ്പൊ ഈ ജലസ്രോതസ്സുകൾ അത് ജലം ശേഖരിച്ചു വെക്കാൻ പര്യാപ്തമായിട്ടുള്ള ഇടങ്ങളായിട്ട് മാറണം. അത് നമ്മൾ എല്ലാ തവണയും ചർച്ച ചെയ്യുന്നതാണ്. അത് ഗവൺമെന്റ് തലത്തിൽ നടപടിയെടുക്കുകയും ഈ ഡാമുകൾ ശുചീകരിക്കാൻ വേണ്ടിയിട്ടുള്ള, അതിൻ്റെ അകത്ത് സംഭരണശേഷി വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ എടുക്കുകയും ചെയ്യേണ്ടത് അനിവാര്യമാണ്. ആശങ്കാജനകമായിട്ടുള്ള സാഹചര്യം ഹൈറേഞ്ച് പ്രദേശത്തുണ്ട്. അത്തരത്തിലുള്ള സാഹചര്യത്തിൽ നമ്മളുടെ അലംഭാവം കൊണ്ട്, ഉത്തരവാദിത്തപ്പെട്ടവരുടെ അലംഭാവം കൊണ്ട് അപകടങ്ങൾ ക്ഷണിച്ചു വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകരുത് എന്നാണ് പറയാൻ. ഓക്കെ, വളരെ വ്യക്തമാണ്. ശ്രീ അഖിലേഷ്, നമുക്കറിയാവുന്നതുപോലെ നമുക്കറിയാം, ഇപ്പോൾ ആകാശം ഒരു ആലങ്കാരികമായി പറയുകയാണെങ്കിൽ ഒരു 3 പ്രാവശ്യം അടുപ്പിച്ചൊന്ന് തുമ്മിക്കഴിഞ്ഞാൽ കേരളത്തിലൊരു പ്രളയം സംഭവിക്കുന്ന ഒരു സ്ഥിതിയിലേക്കാണ് കാര്യങ്ങളുടെ പോക്ക്. ഒരു 3 മണിക്കൂർ അടുപ്പിച്ച് മഴ പെയ്തു കഴിഞ്ഞാൽ ഒരു പ്രളയ സമാനമായിട്ടുള്ള സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. പലപ്പോഴും നമ്മൾ പറയുന്ന ഒരു കാര്യം, മഴ പെയ്യുമ്പോൾ എത്ര മഴ പെയ്തു എന്നൊരു ചോദ്യമാണ് ഉന്നയിക്കുന്നത്. എന്നാൽ അതിനേക്കാൾ അപ്പുറം ഈ പെയ്യുന്ന മഴവെള്ളത്തെ നമ്മൾ എങ്ങനെ മാനേജ് ചെയ്തു എന്ന ഒരു ചോദ്യം അന്തരീക്ഷത്തിൽ ഉയരുന്നില്ല. ഈ വെള്ളം എത്ര വേഗത്തിൽ നദിയിലെത്തി, ആ നദിക്ക് വാഹക ശേഷി ഉണ്ടായിരുന്നോ, അല്ലെങ്കിൽ സംഭരണ ശേഷി ഉണ്ടായിരുന്നോ, തണ്ണീർത്തടങ്ങൾ പ്രവർത്തിച്ചിരുന്നോ, അല്ലെങ്കിൽ അണക്കെട്ടുകളിൽ അതിന് സംഭരണ ശേഷി എത്രത്തോളമുണ്ട്, അങ്ങനെ നിർണായകമായിട്ടുള്ള വളരെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള പല ചോദ്യങ്ങളും നമ്മൾ അഡ്രസ് ചെയ്യുന്നില്ല. മഴ എത്ര പെയ്തു എന്നതാണ് നമ്മൾ പലപ്പോഴും ഡിസ്കസ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും അത് അത്യന്താപേക്ഷിതമായിട്ടുള്ള ചില ചോദ്യങ്ങൾ തന്നെയല്ലേ. ഈ വാട്ടർ മാനേജ്മെന്റിൽ ഈ റൂം ഫോർ റിവർ എന്നൊക്കെ പറയുന്ന ഒരു കൺസെപ്റ്റ് അതീവ ഗൗരവത്തോടെ നമ്മൾ ചിന്തിക്കേണ്ട സമയം തന്നെയല്ലേ. അതിന്റെ ഒരു അവസാനത്തെ മുന്നറിയിപ്പായിട്ട് വേണമെങ്കിൽ നമുക്ക് ഈ 2026 ഈ പ്രളയ സമാനമായിട്ടുള്ള സാഹചര്യങ്ങളെ വിലയിരുത്താൻ സാധിക്കില്ലേ ശേഖരേഷ്? തീർച്ചയായും കേരളത്തില് ഓരോ വെള്ളപ്പൊക്കത്തിന് ശേഷവും നമ്മൾ ചോദിക്കുന്നത് മഴ അസാധാരണമാണോ എന്നാണ്. മഴ അസാധാരണമല്ല. നമുക്ക് ഇപ്പം 2018 പോലും എനിക്ക് തോന്നുന്നു ഒരു 10%-12% കൂടുതൽ മഴ പെയ്തിട്ടില്ല. ±10% ആണ് കേരളത്തിന്റെ ആവറേജ് മഴ. അതായത് 3000 മില്ലിലിറ്റർ മഴയാണ് കേരളത്തിന് ആവറേജ് ഉള്ളത്. എക്സാക്ട് പറഞ്ഞാൽ 2993 എന്നുള്ളതാണ് നമ്മുടെ ആവറേജ് മഴയുടെ കണക്ക്. പക്ഷെ ഇതിൽ നിന്ന് ഒരു 10% മേളിലേക്കും താഴേക്കുമാണ് ഇപ്പം മഴ പോകുന്നത്. അപ്പം ക്വാണ്ടിറ്റി വൈസ് നോക്കുമ്പോഴത്തേക്കും ശരിയാണ്, നമുക്ക് വലിയ മാറ്റങ്ങളില്ല. പക്ഷെ ഇതിന്റെ ഒരു ഫ്രീക്വൻസിയാണ് പ്രശ്നം വരുന്നത്. അതായത് നമ്മൾ നേരത്തെ പല ചർച്ചകളിലും നമ്മൾ പറഞ്ഞിട്ടുള്ളത് പോലെ 10 ദിവസം കൊണ്ട് പെയ്യേണ്ട മഴ ഒറ്റ ദിവസം കൊണ്ട് പെയ്തു കഴിഞ്ഞാൽ അതിനെ താങ്ങാനുള്ള കപ്പാസിറ്റി നമുക്കുണ്ടോ? നമ്മുടെ പ്രകൃതി തന്നെ ഡിസൈൻ ചെയ്തിരിക്കുന്ന രീതി അതല്ല. അതില് കേരളത്തിന്റെ ഭൂപ്രകൃതി നമ്മൾ മനസ്സിലാക്കണം. അതായത് നമ്മുടെ പശ്ചിമഘട്ടം തൊട്ട് നമ്മുടെ കടലോര മേഖല വരെയും വരുന്നത് വളരെ സ്പീഡിലാണ്. അതായത് ഇന്നലെ ഇപ്പോഴത്തെ എക്സാമ്പിൾ തന്നെ എടുത്തു കഴിഞ്ഞാൽ റാന്നിയിൽ നിന്നും ആറന്മുളയിലേക്ക് വെള്ളം എത്താനായിട്ട് എടുത്തത് വെറും മണിക്കൂറുകളാണ്. അവിടെ നിന്നും താഴത്തേക്ക് കുട്ടനാടിന്റെ അപ്പർ കുട്ടനാടിന്റെ ഭാഗങ്ങളിലേക്ക് എത്താൻ വീണ്ടും
ഇത് ഒരുപാട് സമയം എടുക്കുന്നില്ല. നേരെ മറിച്ച് ഇപ്പം നിങ്ങൾ ഈ പറയുന്ന റൂം ഫോർ റിവർ എന്ന് പറയുന്ന കോൺസെപ്റ്റ് എടുത്തിരിക്കുന്ന നെതർലൻഡ്സ് എടുക്കുക, അതല്ലെങ്കിൽ നമ്മുടെ തന്നെ നോർത്ത് ഇന്ത്യയിലെ മറ്റ് സ്ഥലങ്ങൾ എടുക്കുക. ഇവിടുത്തെ നദികൾക്ക് നീളമുണ്ട്, വെള്ളം റീറ്റെയിൻ ചെയ്ത് വെക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട്. നമുക്കിവിടെ സംഭവിച്ചത് എന്താ? വെള്ളത്തിന്റെ സ്റ്റോറേജ് നമ്മൾ ഈ പറയുന്ന ഡാമുകളെല്ലാം കൂടെ ചേർത്താൽ 3-4% വരുള്ളൂ. കേരളത്തിൽ പെയ്യുന്ന മഴയുടെ 3-4% സംഭരിച്ചു വെക്കാനുള്ള കപ്പാസിറ്റികളെ നമ്മുടെ നിലവിലത്തെ ഡാമുകൾക്കോ റിസർവയറുകൾക്കോ ഉള്ളൂ. ബാക്കി എങ്ങോട്ടാ പോകണ്ടേ? ബാക്കി 55% എത്തേണ്ടത് അറബിക്കടലിലാണ്. പെയ്യുന്ന മഴയുടെ 55%, ബാക്കി ഒരു 45-46% ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കായലുകളും തണ്ണീർത്തടങ്ങളും ഈ പറയുന്ന കൃഷിക്ക് ആവശ്യമായിട്ടുള്ള രീതിയിലുള്ള പാടങ്ങളിലും ഒക്കെ നമുക്ക് നിൽക്കുന്നുള്ളൂ, ഗ്രൗണ്ട് വാട്ടർ റീചാർജ് അടക്കമുള്ളത്. ബാക്കി 55% റൺ ഓഫ് ആയിട്ട് അറബിക്കടലിൽ എത്തണം. പക്ഷെ ഈ എത്താനുള്ള വഴി നമുക്ക് നിലവിലുണ്ടോ എന്നുള്ളതാണ്. പഴയ കണക്കിൽ നിന്നും നമ്മുടെ അർബനൈസേഷൻ കൂടുകയും വീടുകളുടെ എണ്ണവും ഇൻഡസ്ട്രികളുടെ എണ്ണവും ഒക്കെ കൂടുകയും നദികൾ പോവേണ്ട റൂട്ട്, ആ റൂട്ട് മാപ്പിൽ വന്ന വ്യതിയാനവും, ഞാൻ റൂട്ട് മാപ്പിൽ ഉദ്ദേശിക്കുന്നത് നേരത്തെ ഒരു ലെറ്റ്സ് ഒരു 100 മീറ്റർ വീതിയിൽ ഒഴുകിക്കൊണ്ടിരുന്ന പുഴയും അതിനോട് ചേർന്ന് ഫ്ലഡ് പ്ലെയിൻസും ഉണ്ടായിരുന്നു. അതായത് വേനൽക്കാലത്ത് ഇത് മൺതിട്ടകളായിട്ട് കിടന്നിട്ട് മഴക്കാലം വരുമ്പോൾ വെള്ളം ഒഴുകി വരുമ്പോൾ ഈ വെള്ളത്തെയും കൂടെ ആവാഹിച്ച് അറബിക്കടലിലേക്ക് കൊണ്ട് എത്തിക്കാവുന്ന രീതിയിലുള്ള ഫ്ലഡ് പ്ലെയിൻസുകൾ നമുക്കുണ്ടായിരുന്നു. ഇന്ന് ഈ പറയുന്ന ഫ്ലഡ് പ്ലെയിൻസുകൾ കാര്യമായിട്ട് തന്നെ ഇല്ലാതായിട്ടുണ്ട്. അതിന് വലിയ റീസൺ ആണ്. പിന്നെ രണ്ടാമത്തെ ഒരു പ്രശ്നം വരുന്നത്, നമുക്ക് ഈ പറയുന്ന വെള്ളത്തിന് മഴയുടെ സ്വഭാവം മാറുന്നതനുസരിച്ചല്ല നമ്മുടെ പുഴയുടെ സ്വഭാവം മാറിയിരിക്കുന്നത്. മഴയുടെ സ്വഭാവവും പുഴയുടെ സ്വഭാവവും തമ്മിൽ ഭയങ്കര വ്യത്യാസം വന്നു. ഈ പുഴകൾ വേണമല്ലോ ഇതിനെ ഡ്രെയിൻ ചെയ്ത് നമുക്ക് കൊണ്ടുവന്ന് അറബിക്കടലിൽ എത്തിക്കാനായിട്ട്. അപ്പം ഇതിൽ വരുന്ന ഡിലേസ് നമ്മളെ, ഇപ്പൊ മഴയ്ക്ക് പോകാൻ പുഴ വഴി കൊടുത്തില്ലെങ്കിൽ അവർ വീട് വഴി കയറി പോകും. അവർക്ക് പോയേ പറ്റുള്ളൂ, വെള്ളത്തിന് പോയേ പറ്റുള്ളൂ. വെള്ളത്തിനെ നിങ്ങൾക്ക് താങ്ങി നിർത്താൻ പറ്റുന്നതിനൊരു പരിധിയുണ്ട്. അപ്പം അതുകൊണ്ടാണ് ഈ പ്രളയതടങ്ങളിലെ കയ്യേറ്റങ്ങള്, തണ്ണീർത്തടങ്ങളിലെ നികത്തല്, ഞാൻ ആ നേരത്തെ പറഞ്ഞ 55% കഴിഞ്ഞാൽ ബാക്കി വരുന്ന 45% എന്ന് പറയുന്നത് നമ്മുടെ തണ്ണീർത്തടങ്ങൾ. ഇതാണ് നമ്മുടെ ഗ്രൗണ്ട് വാട്ടർ റീചാർജിന് ഏറ്റവും കൂടുതൽ ഫാക്ടർ ചെയ്യുന്നത്. ഈ തണ്ണീർത്തടങ്ങള് ഇന്ന് കുറഞ്ഞു വരുന്നു. സ്വാഭാവിക നീരൊഴുക്ക് എല്ലായിടത്തും തടസ്സപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതാണ് ഈ പറയുന്ന നമ്മുടെ നദിക്ക് ഒഴുകാനുള്ള സ്ഥലം കുറഞ്ഞപ്പോൾ അത് വീടുകൾ വഴി ഒഴുകാൻ തുടങ്ങി. ഇതാണ് ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഒപ്പം തന്നെ ഒരു കാര്യം കൂടി ശൈലേഷ്, നമ്മൾ ഇപ്പോൾ ഈ അടുത്ത നാളുകളിൽ നമ്മൾ കേൾക്കുന്ന ഒരു പോയിന്റാണ് ഈ അർബൻ ഫ്ലഡിങ്. അതും അങ്ങ് നേരത്തെ സൂചിപ്പിച്ച പല ഘടകങ്ങളുടെ ഒരു പരിണിത ഫലം തന്നെയല്ലേ ഈ അർബൻ ഫ്ലഡിങ് എന്നൊക്കെ. നമുക്ക് തിരുവനന്തപുരം അല്ലെങ്കിൽ കോഴിക്കോട് പോലുള്ള നഗരങ്ങളിൽ പെട്ടെന്ന് തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നിമിഷങ്ങൾക്കുള്ളിൽ ഈ മഴ പെയ്ത് നിമിഷങ്ങൾക്കുള്ളിൽ വെള്ളക്കെട്ട് രൂപപ്പെടുന്ന ഒരു സാഹചര്യം, അതും ഈ പറയുന്ന ചില കാരണങ്ങളുടെ ഒരു പരിണിത ഫലം തന്നെയല്ലേ? അർബൻ ഫ്ലഡും നമ്മൾ ഈ കാണുന്ന ഫ്ലാഷ് ഫ്ലഡും തമ്മിൽ ഡിഫറൻസ് ഉണ്ട്. അർബൻ ഫ്ലഡ് വരുന്നതിന്റെ ഒരു മെയിൻ റീസൺ എന്ന് പറയുന്നത് നമ്മുടെ ആയിട്ടുള്ള നഗരപ്രദേശങ്ങളിൽ വരുന്ന ഡ്രെയിനേജുകളിൽ വരുന്ന ബ്ലോക്കും ഡ്രെയിനേജ് സംവിധാനങ്ങളുടെ അപര്യാപ്തതയാണ്. ഡ്രെയിനേജ് സംവിധാനങ്ങളിൽ ഇപ്പൊ നിങ്ങൾ കഴിഞ്ഞ വർഷം ഫ്ലഡ് നടന്ന സമയത്ത് എറണാകുളം എടുക്കുക. എറണാകുളത്തെ MG റോഡിലടക്കമുള്ള ഡ്രെയിനുകളിൽ ഫുഡ് വേസ്റ്റ് വന്ന് നിറഞ്ഞ് ഒഴുക്ക് തടസ്സപ്പെട്ടു. പലയിടത്തും പ്ലാസ്റ്റിക് വേസ്റ്റ് വന്ന് നിറഞ്ഞ് ഒഴുക്ക് തടസ്സപ്പെടുന്നു. ഇതാണ് അർബൻ ഫ്ലഡിങ്ങിന്റെ ഒരു മെയിൻ റീസൺ. കാര്യം അർബൻ ഏരിയകളിൽ നമുക്ക് പൊതുവെ ഒരു ഡ്രെയിനേജ് സംവിധാനം ഉണ്ട്. ഈ ഡ്രെയിനേജുകൾ ശരിക്കും സ്റ്റോം വാട്ടറിനെ, അതായത് ഈ പെയ്യുന്ന മഴയുടെ വെള്ളത്തെ കൊണ്ടുപോകാനുള്ളത് തന്നെയാണ്. അത് ആരും തെറ്റിദ്ധരിക്കേണ്ട. നമ്മുടെ വീട്ടിലെ വേസ്റ്റ് വെള്ളം കൊണ്ടുപോകാനുള്ള കാനകളല്ല ഈ പണിതിരിക്കുന്നത്. ഇതെല്ലാം സ്റ്റോം വാട്ടർ ഡ്രെയിനുകളാണ്. സ്റ്റോം വാട്ടർ ഡ്രെയിനുകളില് മറ്റ് ഇതിനകത്തുള്ള നേരത്തെ പറഞ്ഞ പോലെ ഹൈ അർബനൈസേഷൻ വരുമ്പോൾ വരുന്ന കയ്യേറ്റങ്ങളും വേസ്റ്റുകളും കൊണ്ട് മൂടുന്നതും ഇതിന്റെ മെയിൻ്റനൻസ് ഇല്ലായ്മയൊക്കെയാണ് ഒരു പരിധിവരെയും അർബൻ ഫ്ലഡിങ്ങിന് കാരണമാകുന്നത്. നേരെ മറിച്ച് ഫ്ലാഷ് ഫ്ലഡ് നമ്മളിപ്പോൾ ഈ കാണുന്ന റാന്നിയിലും അല്ലെങ്കിൽ പത്തനംതിട്ടയിലും കോട്ടയത്തും ഇടുക്കിയുടെ ഭാഗങ്ങളിലും കാണുന്നതും ഇതും രണ്ടാണ്. ഇതിനെ നമ്മൾ മറ്റേത് പ്യുവർലി മാൻമെയ്ഡ് ആണ്, നമുക്ക് ഹാൻഡിൽ ചെയ്യാവുന്നതുമാണ്. അതിന്റെ ഒരു ഏറ്റവും വലിയ എക്സാമ്പിൾ ആയിരുന്നു ഓപ്പറേഷൻ അനന്ത നടന്നത് തിരുവനന്തപുരത്തെ ഓപ്പറേഷൻ അനന്തയുടെ ഏറ്റവും വലിയ റിസൾട്ട് എന്തായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തമ്പാനൂർ ഭാഗത്തെ ഫ്ലഡിങ് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അവിടെ ഡ്രെയിനുകൾ ക്ലിയർ ചെയ്തു എന്നുള്ളതാണ്.
അതിനകത്തേക്ക് വേസ്റ്റുകൾ എത്താണ്ടിരിക്കാനുള്ള ശ്രമങ്ങൾ നടത്തി എന്നുള്ളതാണ്. ഓക്കെ. അത് അതിന്റെ സക്സസ് ഓർ ഫെയിലിയർ അത് രണ്ടാമത്തെ ഒരു കാര്യമാണ്. ബട്ട് ഇതാണ് അതിന്റെ ഒരു ആക്ച്വൽ റിയാലിറ്റി. ഓക്കെ, വ്യക്തമാണ്. ശ്രീ ജോൺസൺ കൊച്ചോർമൻ, നമുക്കറിയാം ഈ നദികളുടെ ഒരു വാഹക ശേഷി അത് വലിയ രീതിയിൽ അത് കുറയുന്നു. അതിന്റെ പ്രധാനപ്പെട്ട കാരണം ചൂണ്ടിക്കാണിക്കുന്ന നമുക്കറിയാം മണൽവാരൽ നദികളിൽ നിർത്തപ്പെടുന്ന ഒരു സാഹചര്യം 2018 ശേഷം വളരെയധികം രീതിയിൽ നദികളുടെ ആഴത്തിൽ വലിയൊരു കുറവ് സംഭവിച്ചിട്ടുണ്ട്. ഇതിന് യഥാർത്ഥത്തിൽ ഈ തടസ്സം നിൽക്കുന്നത് ആരാണ്? നമുക്ക് ഈ ക്വാറി മാഫിയ, അല്ലെങ്കിൽ നമുക്കറിയാം നിർമ്മാണ മേഖലയിലെ ഈ ചെലവൊക്കെ വർദ്ധിപ്പിക്കുന്ന ഈ എംസാൻഡ് പോലുള്ള കാര്യങ്ങൾ. അപ്പോൾ കൃത്യമായിട്ടുള്ള ഒരു മാഫിയ തലത്തിലുള്ള ഒരു ഇടപെടൽ ഈ നദികളിലെ ഈ മണൽവാരൽ നിർത്തലാക്കുന്നതുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ അത് പുനരാരംഭിക്കുവാൻ തടസ്സം നിൽക്കുന്ന കാര്യത്തിൽ അത്തരത്തിലുള്ള ചില ഗൂഢശക്തികളുടെ ഇടപെടൽ നമുക്ക് സംശയിക്കേണ്ടതല്ല. അത് അടിയന്തര പ്രാധാന്യത്തോടെ എനിക്ക് തോന്നുന്നു മുഖ്യമന്ത്രി നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം കൃത്യമായി പറയുകയുണ്ടായി, അത് പുനരാരംഭിക്കുമെന്ന തരത്തിൽ പറയുകയുണ്ടായി. അപ്പോൾ അത് അടിയന്തര തലത്തിൽ തന്നെ സർക്കാർ ഇടപെടേണ്ട ഒരു മേഖല തന്നെയല്ലേ ശ്രീ ജോൺസൺ കൊച്ചുപുറം? അതെ അതെ അതെ, കൃത്യമായിട്ടും ഗവൺമെന്റ് അതിനകത്ത് ഇടപെടേണ്ടത് തന്നെയാണ്. മുഖ്യമന്ത്രി പറഞ്ഞ കാര്യത്തെ നമ്മൾ ഒന്നുകൂടി അടിവരയിടുന്നു. ജോർജി, നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ പ്രകൃതിക്ഷോഭം അത് നമ്മൾ വരുത്തി വയ്ക്കുന്നതല്ല. പക്ഷെ പ്രകൃതി ദുരന്തങ്ങളിൽ ഒരു വലിയ ശതമാനം നമ്മൾ വരുത്തി വെക്കുന്നതാണോ എന്ന് ചോദിച്ചാൽ അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ ആണ് എന്ന് പറയേണ്ടി. കാരണം മണ്ണിടിച്ചിലുണ്ട്. ഇപ്പൊ ഇപ്പം ജിൻസത്തിന് ഇതിൽ പങ്കെടുത്തതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. കാരണം എന്താണെന്നറിയോ, ഇടുക്കി എന്ന് നമ്മൾ പൊതുവെ പറയുമ്പോഴും ഈ ജിൻസത്തിന്റെ രൂപത, ഇടുക്കി രൂപതയുടെ അതിർത്തിയിലാണ് കേരളത്തിൽ ഏറ്റവും അധികം ഡാമുകളുണ്ട്. വെറുതെ ഒന്ന് എണ്ണിയാൽ 12-ലധികം ഡാമുകൾ. ഇടുക്കിയിലെ 3 ഡാം ഉൾപ്പെടെ കല്ലാർകുട്ടി, പൊന്മുടി, നമ്മുടെ ലോർ പാമ്പള അടക്കമുള്ളത് എണ്ണിയാൽ 12-ലധികം ഡാമുകൾ നിൽക്കുന്നത് ഈ അച്ഛന്റെ മേഖലയിലാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഞാൻ പറഞ്ഞത്, മനുഷ്യനിർമ്മിതമായ പ്രകൃതി ദുരന്തങ്ങൾക്ക് സാധ്യത അത് വർദ്ധിക്കുന്നുണ്ട്. മണ്ണിടിച്ചില് ഇപ്പൊ പെട്ടിമുടിയിലുണ്ടായത്, മുണ്ടക്കൈ ചൂരൽമലയിലുണ്ടായത്, അതൊന്നും ജനവാസ മേഖലയിലല്ല, കാർഷിക മേഖലയിലല്ല. അതിന്റെ അഫക്റ്റ് അനുഭവിച്ചത് കാർഷിക മേഖലയിലെ ജനങ്ങളാണ്. പക്ഷെ അത് ഉണ്ടായത് അതിന്റെ അതിവർഷമുണ്ടായി, അല്ലെ മേഘസ്ഫോടനം ഉണ്ടായി, മണ്ണ് ഒലിച്ചു പോകുന്നത് വനത്തിനുള്ളിലാണ്. അത് മനുഷ്യനിർമ്മിതമല്ല, അത് നമുക്ക് തടയാനാവില്ല. പക്ഷേ ഇടുക്കിയിലെ ഈ 2018 മുതൽ ഇങ്ങോട്ടുണ്ടായിരിക്കുന്ന മണ്ണിടിച്ചില്, ജനസത്തിന് വളരെ കൃത്യമായിട്ട് അറിയാം. മണ്ണിടിച്ചിൽ ഉണ്ടായിരിക്കുന്നതിൽ ബഹുഭൂരിപക്ഷവും നിർമ്മാണ മേഖലയുമായി ബന്ധപ്പെട്ടുള്ള പ്രദേശങ്ങളിലാണ്. പ്രത്യേകിച്ച് ഹൈവേ നിർമ്മിച്ചിരിക്കുന്നതിന്റെ സമീപങ്ങളിലാണ്, മറ്റു റോഡുകൾ നിർമ്മിച്ചിരിക്കുന്നതിന്റെ സമീപങ്ങളിലാണ്. ഇതൊക്കെ അശാസ്ത്രീയമായ രീതി. നമുക്ക് റോഡ് വേണം എന്നതിനപ്പുറം ആ റോഡ് ആ പ്രകൃതിക്ക് എങ്ങനെ അവിടെ പണിയാം, സുരക്ഷിതമായി പണിയാം, അതിനെ മേൽത്തട്ടും അതിന്റെ താഴോട്ടുള്ള ഭൂപ്രദേശത്തെയും സംരക്ഷിച്ചുകൊണ്ട് എന്ന് പണിയാം എന്നൊരു ശാസ്ത്രീയമായ പഠനമൊന്നുമില്ല. കോൺട്രാക്ടർക്ക് ഒരു പ്ലാൻ കിട്ടുന്നു, കോൺട്രാക്ടറുടെ സൗകര്യാർത്ഥം റോഡുകൾ പണിതു പോകും. 1. 2, ഇപ്പോൾ ചോദിച്ച ചോദ്യം ഈ നമ്മുടെ പുഴകളിലെയും ഡാമുകളിലെയും. ജോർജ്, ഞാൻ തിരിച്ചൊരു ചോദ്യം പൊതുസമൂഹത്തോട് ചോദിക്കുക. ഈ മണൽ വാരുന്നത് കൊണ്ട്, അല്ലെങ്കിൽ ഡാമുകളിലെ എക്കൽ വാരുന്നത് കൊണ്ട് നമ്മളെല്ലാം എല്ലാ കാര്യങ്ങളെയും, ഇത്തരം കാര്യങ്ങളെ പ്രതിരോധിക്കാൻ പറയുന്നത് പ്രകൃതി സ്നേഹമാണെന്നാണല്ലോ, പരിസ്ഥിതി സ്നേഹമാണെന്നാണല്ലോ പറയുന്നത്. ഇത് വാരുന്നത് കൊണ്ട് പരിസ്ഥിതിക്ക് ദ്രോഹമാണോ ഗുണമാണോ? അതാണ് ചിന്തിക്കേണ്ടത്. ഇപ്പോ ബഹുമാന്യനായ മുഖ്യമന്ത്രി ഇത് 2025 ഇതേ തീരുമാനമെടുത്തതാ, പുഴമണൽ വാരുമെന്ന്. ബഹുമാന്യ കെ രാജൻ മന്ത്രിയായിരുന്നപ്പോ തീരുമാനമെടുത്തതാ, നടപ്പിലായില്ല. മന്ത്രി റോഷി അഗസ്റ്റിൻ നമ്മുടെ മലങ്കര ജലാശയത്തിലെ മണൽ വാരുമെന്നൊക്കെ പ്രഖ്യാപനം നടപ്പിലായില്ല. ഇപ്പോ ബഹുമാന്യ മുഖ്യമന്ത്രി ഇന്ന് നടത്തിയ പത്രസമ്മേളനത്തിൽ ഇത് പറഞ്ഞിട്ടുണ്ട്. ഇത് നടപ്പിലോട്ടാകാൻ വരികയാണെന്ന് വെച്ചു ഗവൺമെന്റ് ഒരു ഓർഡർ ഇറക്കി ഇത് മരുന്നതിൽ ടെൻഡർ ആവുകയോ നടപടിക്രമവും ആവുകയോ ചെയ്താൽ അപ്പോൾ കോടതിയിൽ കേസുണ്ടാവും. അപ്പോൾ കോടതി കേസ് വരും. ഇത് പ്രകൃതിക്ക് പരിസ്ഥിതിക്ക് ദ്രോഹമാണെന്ന് പറഞ്ഞ് ഒരു സംഘടന കൊണ്ട് ഇത് കേസ് കൊടുക്കുക. ആ നടപടിക്രമങ്ങൾ അവിടെ നിൽക്കും. ഇത് പരിസ്ഥിതിക്ക് സ്നേഹിക്കുന്നവരാണോ പരിസ്ഥിതിയെ ദ്രോഹിക്കുന്നവരാണോ? പുഴ മണൽ വാരുന്നതുകൊണ്ട് ബഹുമാനപ്പെട്ട അവിനാഷ് സാർ പറഞ്ഞല്ലോ, ഈ പുഴയിലെ നീരൊഴുക്ക് തടയുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം പുഴ കയ്യേറ്റത്തോടൊപ്പം ഈ മണൽ അവിടെ സംഭരിച്ചു കിടക്കുന്നത് തന്നെയാണ്. അതില്ലെന്ന് പറയാൻ കഴിയും. പുഴയിലെ മണൽ വാരുന്നതുകൊണ്ടുള്ള നേട്ടങ്ങൾ മാറി നിൽക്കട്ടെ, ഈ പുഴയുടെ മണൽ വാരുന്നത് കൊണ്ടുള്ള ദോഷങ്ങളെന്ന് പറഞ്ഞതാണ്. അതല്ലേ ഈ പരിസ്ഥിതി സംഘടനകൾ പറയേണ്ടത്. ഈ പുഴമണൽ വാരുന്നത് കൊണ്ടുള്ള ദോഷം എന്താണ് അത് പറഞ്ഞു തരണം. അതല്ലാതെ അതിന്റെ നേട്ടങ്ങൾ വർണ്ണിച്ചാൽ തീരില്ല.
നീരൊഴുക്ക് കൂടും. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 2, പുഴകളിൽ തന്നെ ചില ചുഴികൾ, അതിനകത്ത് തന്നെയുള്ള വലിയ കുഴികളായിട്ടുള്ളവ. അത്തരം സ്ഥലങ്ങളിലേക്ക് കൂടുതൽ ജലം സംഭരിച്ചു നിൽക്കും. അങ്ങനെ ജലം സംഭരിച്ചു നിൽക്കുന്ന എന്താ, സമീപ പ്രദേശങ്ങളിലെ കിണറുകളിലും കുളങ്ങളിലും ജലസ്രോതസ്സുകളിലും ഒക്കെ ജലം ഉയരാൻ, കുടിവെള്ളം അടക്കമുള്ളവ ഉയരാൻ കാരണമാകും. ജലസേചനത്തിന്, കാർഷിക ആവശ്യങ്ങൾക്ക് ജലം ഉപയോഗിക്കാൻ വഴിയൊരുക്കും. ഈ മണൽ വാരിയാൽ ഇന്ന് നിർമ്മാണ മേഖല നേരിടുന്ന വലിയ പ്രതിസന്ധിയാണല്ലോ. ഇപ്പോ ഈ TVK ഗവൺമെന്റ് വന്നതിന് ശേഷം തമിഴ്നാട്ടിൽ നിന്നും ക്വാറി ഉൽപ്പന്നങ്ങൾ ഇങ്ങോട്ട് വരില്ല എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ നിർമ്മാണ മേഖല നേരിടുന്ന വലിയൊരു വെല്ലുവിളിയാണ്. ഈ മണൽ ഇവിടെ കിട്ടിയിരുന്നെങ്കിലോ? അതൊന്ന് ചിന്തിക്കണ്ടേ? ഇനി ഡാം, അച്ഛൻ പറഞ്ഞല്ലോ ജലസംഭരണികൾ എന്നാണ് അച്ഛൻ പറഞ്ഞത്. ജലസംഭരണികൾ, ഡാമുകളെ അങ്ങനെയാണ് പറയുന്നത്. ഇതിന്റെ റിസർവോയറിനെ പറയുന്നത് ജലസംഭരണികൾ എന്നാണ്. അവിടെ മണ്ണ് സംഭരണികൾ എന്ന് പറഞ്ഞിട്ടുണ്ടോ? എക്കര സംഭരണികൾ എന്ന് പറഞ്ഞിട്ടുണ്ടോ? വൈദ്യുതി ആവശ്യത്തിനാണല്ലോ ഇടുക്കി പദ്ധതി. ആ ഡാം പണിതിരിക്കുന്നത് എന്തിനാ? ജലം സംഭരിക്കാനാണ്. ഈ സംഭരണികൾ നമ്മളെപ്പോഴും പറയുമല്ലോ, 136 അടി, 245 അടി, 2200 അടി ജലം ഉയർന്നിട്ടുണ്ട്. 3 അടിയും കൂടെ ഉയർന്നാൽ തുറന്നു വിടും. ഈ പറയുന്ന അളവിൽ എത്ര ശതമാനം ജലമുണ്ട്? അതാണ് ചോദിക്കുന്നത്. ജലസംഭരണി എന്ന് പറഞ്ഞാൽ ജലം സംഭരിക്കാനാണ്. അതിന്റെ നിർമ്മാണ കാലഘട്ടങ്ങളിലെ കണക്കാണ് ഈ പറയുന്ന, ഇതിന്റെ ഈ നമ്മൾ പറയുന്ന ജലസംഭരണിയുടെ കണക്ക് പറയുന്നത്. അതിന്റെ ഒരു 10-25% ഏറ്റവും ചുരുങ്ങിയത്, നമുക്കിപ്പോ അതിനടിയിൽ പോയി കണക്കെടുക്കാൻ പറ്റില്ല, ഏറ്റവും ചുരുങ്ങിയത് ഞാൻ പറയും. നമുക്കറിയാവുന്ന ഒരു ചെറിയ ഒരു മഴ പെയ്ത് ഒരു റോഡിന്റെ ഓടയിൽ കൂടി ജലം ഒഴുകി വന്നാൽ എത്ര പെട്ടെന്ന് കുഴികളും പ്രദേശങ്ങളും ഒക്കെ, ഒരു വയലൊക്കെ നികന്നു പോകുന്നു. അപ്പൊ ഇത്രമാത്രം പുഴകളിൽ കൂടി ഒഴുകി വരുന്ന ജലം, പ്രത്യേകിച്ച് ഫ്ലഡിൽ വരുന്ന മണ്ണുകൾ, ഇതെല്ലാം ചെല്ലുന്ന ജലസംഭരണിയിൽ എത്ര ശതമാനം ജലം സംഭരിക്കാനാവും? അപ്പൊ ഇത് വാറണ്ടേ? ഇത് അവിടെ നിർത്തുന്നത് എന്തിനു വേണ്ടിയാ? അവിടെയാണ് ജോർജ് പറഞ്ഞ അവസാനത്തെ കാര്യം, ക്വാറി മാഫിയ. മണൽ വാരാതിരിക്കുന്നതിനും ഈ എക്കൽ മണ്ണ് എടുത്തുകൊണ്ട് അവിടെ ജലം സംഭരിച്ച് ആ എക്കലുകൾ മണ്ണാക്കി കൊടുക്കാതിരിക്കുന്നതിനും വേണ്ടിയുള്ള ക്വാറി മാഫിയ. അതിനകത്ത് ബിസിനസ്സുകാരുണ്ട്, രാഷ്ട്രീയക്കാരുടെ കൂട്ടുകെട്ടുകളുണ്ട്, ഉദ്യോഗസ്ഥ തലങ്ങളിലുള്ള വലിയ അഴിമതിക്കാരുണ്ട്. ഇവരെല്ലാം ചേർന്നൊരു മാഫിയ യഥാർത്ഥത്തിൽ ഈ പരിസ്ഥിതി സംഘടനകളെ പിന്തുണയ്ക്കുന്നവരായി മാറി. ഞാൻ എല്ലാ രാഷ്ട്രീയക്കാരെയും ഭരണാധികാരികളൊന്നും അല്ല പറയുന്നത്, പക്ഷെ ഉണ്ട്, ഇത് വസ്തുതയാ. ഇടുക്കിയിൽ നിന്ന് ഞാൻ ജിൻസത്തിനൊക്കെ പറയുമ്പോൾ ഞങ്ങൾക്ക് ഇത് വളരെ ക്ലിയർ ആയിട്ട് പറയാൻ കഴിയാം, ഇതിനകത്ത് പൊളിറ്റീഷ്യൻസിന് ബന്ധമുണ്ട് ഒരിക്കൽ ക്വാറി മാഫിയായിട്ട്. അപ്പൊ ഇത്തരം കാര്യങ്ങളെ എങ്ങനെ നമ്മൾ അതിജീവിക്കാം എന്ന് പഠിക്കാനല്ല ഇനി സമയം, ഇനി പ്രവർത്തിക്കാനാ സമയം. ഇല്ല എന്നുണ്ടെങ്കിൽ വലിയ അപകടം വരും ജോർജ്. നമ്മള് ഇതിങ്ങനെ പറഞ്ഞു പോകേണ്ട ഒരു വിഷയമല്ല, കുറെ കൂടെ ഗൗരവമായിട്ട് ഭരണാധികാരികളും പൊതുസമൂഹവും കാണേണ്ട ഒരു വിഷയമാണ് ജോർജ്. തീർച്ചയായും വളരെ വ്യക്തമാണ്. രണ്ടാം ഘട്ടത്തിലേക്ക്, അവസാന ഘട്ടത്തിലേക്ക് വരുമ്പോൾ ജിൻസിച്ച, നമുക്കറിയാം ഈ ഒരു പ്രകൃതി ദുരന്തം ഉണ്ടായി കഴിയുമ്പോൾ, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പ്രളയം ഉണ്ടായി കഴിയുമ്പോൾ ആയിരക്കണക്കിന് രൂപയാണ് ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കായിട്ടൊക്കെ, നഷ്ടപരിഹാരത്തിനായിട്ടൊക്കെ സർക്കാർ നീക്കിവെക്കുന്നത്. അത് വളരെ നല്ലൊരു കാര്യം. എന്നാൽ ആ തുകയുടെ ഒരു പകുതിയിലൊരു അംശമെങ്കിലും നമ്മൾ നേരത്തെ സൂചിപ്പിച്ച നിലവിലുള്ള സംവിധാനങ്ങളെ ഒന്ന് മെച്ചപ്പെടുത്തുക, പ്രത്യേകിച്ച് വാട്ടർ മാനേജ്മെന്റുമായി ബന്ധപ്പെട്ടുള്ള നിലവിലുള്ള സംവിധാനങ്ങളെ മെച്ചപ്പെടുത്താൻ ഉപയോഗിച്ചിരുന്നുവെങ്കിൽ ഒത്തിരിയധികം ദുരന്തങ്ങളെ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കുമായിരുന്നില്ല. ഒപ്പം തന്നെ ഒരു ചോദ്യം കൂടി അതുമായി ബന്ധപ്പെട്ട്, മാറിയ സാഹചര്യത്തിൽ നമുക്കറിയാം പ്രകൃതിയിൽ മാറ്റം സംഭവിക്കുന്നു, ഈ വാട്ടർ മാനേജ്മെന്റിലൊക്കെ മാറ്റം സംഭവിക്കുന്നു. അപ്പോൾ മാറിയ സാഹചര്യത്തിൽ എത്രത്തോളം ആശങ്കയിലാണ് മലയോര ജനത കഴിയുന്നത്, പ്രത്യേകിച്ച് കർഷക ജനത കഴിയുന്നത്? ജിൻസൺ, ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ നമ്മുടെ എല്ലാ ദുരന്തങ്ങളുടെയും പരിസമാപ്തിയിലാണ് നമ്മൾ ഇത്തരത്തിലുള്ള ചർച്ചകൾ ഉണ്ടാകുന്നത്. എങ്ങനെയാണ് ആളുകൾക്ക് ധനസഹായം നൽകാം, അവരെ പുനരധിവസിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് എങ്ങനെയാണ് ഏകോപിപ്പിക്കാൻ വേണ്ടി പറ്റുക എന്നുള്ളതൊക്കെ നമ്മൾ ചർച്ച ചെയ്യുന്നത് നല്ലത് തന്നെയാണ്. ദുരന്തത്തിന് ശേഷം ഒരു പുനർജന്മം, ഒരു തിരിച്ചുവരവ് അനിവാര്യമാണ്, ആളുകളെ സഹായിക്കേണ്ടത് അനിവാര്യമാണ്. സൂചിപ്പിക്കപ്പെട്ടതുപോലെ അതിന്റെ ഒരു ജാഗ്രത നമ്മൾ ഇതിന് മുമ്പേ എടുത്തിരുന്നില്ല, ഈ ദുരന്തകാലത്തിന് മുമ്പേ എടുത്തിരുന്നു. നമുക്കറിയാം ഏകദേശം എന്തായിരുന്നാലും ജൂൺ മാസം കഴിയുമ്പോഴത്തേക്ക് മഴക്കാലം എത്തും, നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. കഴിഞ്ഞ ഏതാനും വർഷങ്ങളായിട്ട് നമുക്ക് വളരെ പരിചിതമാണ് ഇടുക്കിയിൽ, കേരളത്തിൽ ഈ മഴക്കാലം എത്തിക്കഴിഞ്ഞാൽ അത് ഒന്നെങ്കിൽ തീവ്ര മഴയിലേക്ക് വരുന്നു, അപകടങ്ങൾ ഉണ്ടാകുന്നു, വെള്ളപ്പൊക്കങ്ങൾ ഉണ്ടാകുന്നു, ലാൻഡ് സ്ലൈഡുകൾ ഉണ്ടാകുന്നു, മണ്ണിടിച്ചിലുകൾ ഉണ്ടാകുന്നു, അങ്ങനെയൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് നമുക്കറിയാം. അങ്ങനെ കഴിഞ്ഞ കാലഘട്ടത്തിലെ അനുഭവങ്ങളിൽ നിന്ന് പാഠങ്ങൾ പഠിച്ചുകൊണ്ട് അടുത്ത വർഷങ്ങളിലേക്ക് വരുമ്പോഴേക്കും
ഈ ആളുകൾക്ക് അങ്ങനെ അപകടങ്ങൾ ഉണ്ടാകാത്ത നാടിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പ് നടത്തുന്നതിൽ നമ്മുടെ ഭരണകൂടം അങ്ങേയറ്റം പരാജയമാണ് എന്ന് പറയാതിരിക്കാൻ തരവില്ല. കാരണം ഇത് 2018 തൊട്ട് നമുക്ക് കൃത്യമായിട്ട് അറിയാവുന്നതാണ്. ഇവിടുത്തെ പ്രകൃതിയുടെ പ്രതിഭാസങ്ങളെ കുറിച്ച്, ലാൻഡ് സ്ലൈഡിനെ കുറിച്ച്, ഇവിടെ ഉണ്ടാകുന്ന വിവിധങ്ങളായിട്ടുള്ള വിഷയങ്ങളെ കുറിച്ച് നമുക്ക് നന്നായിട്ട് അറിയാവുന്നു. അങ്ങനെ ഒരു സാഹചര്യത്തിൽ അതിനെ അതിജീവിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ഏകോപനമാണ് നടത്തിയത്? ഇപ്പോ നമുക്കറിയാം, ഈ മഴ തുടങ്ങിയതിന് ശേഷം മന്ത്രിമാരെല്ലാ ജില്ലകളിലും ഇന്ന് മുഖ്യമന്ത്രിയുടെ ഓർഡർ അനുസരിച്ച് ജില്ലകളിൽ താമസിച്ചുകൊണ്ട് ഏകോപനം നടത്തണമെന്നാണ്. ജനപ്രതിനിധികളൊക്കെ വളരെ ഭംഗിയായ കാര്യങ്ങൾ ഏകോപിപ്പിക്കുന്നത്. പക്ഷെ ഈ തീഷ്ണത ഈ വേനൽക്കാലത്ത് നടത്തിയിരുന്നെങ്കിൽ നമുക്ക് ഇത്തരത്തിൽ സങ്കീർണമായിട്ടുള്ള കാലഘട്ടത്തെ നമുക്ക് ഇത്രമാത്രം ഭയത്തോടെ കാണേണ്ട അവസ്ഥ വരില്ലായിരുന്നു എന്നുള്ളതാണ് നമ്മളുടെ ഒരു നിരീക്ഷണം. ഇവിടെ വേനൽക്കാലം ആകുമ്പോഴേക്കും ഈ പറഞ്ഞ ഡാമുകളുടെ ഒക്കെ സേഫ്റ്റി ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ നടത്തുകയും അതോടൊപ്പം തന്നെ ഇതിൽ അടിഞ്ഞുകൂടി ഇവിടെ പലതവണ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ഇതിന്റെ അകത്തുണ്ടായിരുന്ന എക്കൽ, ഈ മണ്ണ് ഇത് പുറത്തേക്ക് തുറന്നു വിട്ടിരുന്നെങ്കിൽ അത് നമ്മൾക്ക് പലതരത്തിലുള്ള ഗുണമുണ്ടാകുകയും ഈ മഴക്കാലത്ത് നമുക്ക് ആർക്കും ഭയപ്പെടാതെ ജലം സംഭരിച്ചു വെക്കാൻ വേണ്ടിയിട്ട് വരുന്ന വേനൽക്കാലത്തേക്ക് ഇവിടെ വൈദ്യുതിയുടെ ഉൽപാദനം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് പര്യാപ്തമായ രീതിയിലേക്ക് മാറുകയും ചെയ്യുമായിരുന്നു. ഹൈറേഞ്ച് പ്രദേശം ഉൾക്കൊള്ളുന്ന വലിയ പ്രതിസന്ധി നമ്മൾ പലയാവർത്തി ചർച്ച ചെയ്തിട്ടുള്ള പോലെ നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ്. ഇന്ന് ഇവിടെ സർക്കാർ കൊടുക്കുന്ന ഭവന പദ്ധതി, ആ ഭവന പദ്ധതിയിൽ ഉൾപ്പെടുത്തിയ ഒരു ഭവനം പണിയണമെങ്കിൽ ആ 4 ലക്ഷം രൂപയ്ക്ക് എങ്ങനെയാണ് ഭവനം പണിയാൻ വേണ്ടി പറ്റുക? സാധാരണക്കാരായ മനുഷ്യർക്ക് പോലും നമുക്കറിയാം അതിന്റെ തറ കെട്ടി അതിന്റെ ഭിത്തി കെട്ടി അത് അവിടെ കൊണ്ട് അവസാനിക്കുകയല്ലാണ്ട് മുന്നോട്ടേക്ക് പോകാൻ സാധ്യതയില്ല. എന്ന് പറഞ്ഞാൽ ഈ നിർമ്മാണ സാധനങ്ങൾ ഇവിടെ എത്തണമെങ്കിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് തമിഴ്നാട് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ നിന്നാണ് നമ്മൾ ആശ്രയിച്ചുകൊണ്ടിരുന്നത്. ഇപ്പൊ അതും ഇനി ലഭ്യമാകില്ല എന്ന് സർക്കാർ പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു. അപ്പം ഈ നിർമ്മാണ വസ്തുക്കൾ, നിർമ്മാണ സാധനങ്ങൾ നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കെ നമ്മളത് ഉപയോഗിക്കാൻ തയ്യാറാകാതെ, അത് ആളുകൾക്ക് കൊടുക്കാൻ തയ്യാറാകാതെ നമ്മൾ ഈ അന്യദേശങ്ങളിൽ പോയി ഭീമമായ തുകയ്ക്ക് ഇത് കൊണ്ടുവന്ന് പണിയാൻ വേണ്ടിയിട്ട് നിർബന്ധിതമാകുന്നു. ഇനി അത് കിട്ടാതെ സാഹചര്യവും ഉണ്ടാകുന്നത് ബോധപൂർവ്വം ഉണ്ടാക്കിയെടുക്കുന്നതാണ്. ഇടുക്കിയിൽ ബഹുമാനായിട്ടുള്ള മന്ത്രി അനൂപ് ജേക്കബിന്റെ നേതൃത്വത്തിലുള്ള ഏകോപന പ്രവർത്തനങ്ങൾ നടത്തുന്നു. അദ്ദേഹത്തോട് ഞങ്ങൾക്ക് നേരിട്ട് പറയാനായിട്ടൊക്കെയുള്ള കാര്യം, ഈ ഏകോപനത്തോടൊപ്പം ഇനിയെങ്കിലും ഈ സർക്കാരെങ്കിലും തീർച്ചയായും തീരുമാനമുള്ള ഒരു പ്രവർത്തനം നടത്തേണ്ടതുണ്ട്. വരുന്ന ആളുകൾ ഇത് വീണ്ടും ആവർത്തിക്കരുത്. നമ്മുടെ പ്രവർത്തനം എന്താണ്? ദുരന്തങ്ങളെ അതിജീവിക്കാൻ വേണ്ടി ദുരന്തത്തിൽ വന്നു പോയിട്ട് അവരെ പുനരധിവാസ പ്രവർത്തനത്തെ മാത്രം ഫോക്കസ് ചെയ്തുള്ള പ്രവർത്തനം നമുക്ക് നല്ലതല്ല. ഒരു ഭരണകൂടത്തിനും അത് നല്ലതല്ല. പുനരധിവാസ പ്രവർത്തനമാണ് ഏറ്റവും വലിയ പ്രവർത്തനം എന്ന് ചിന്തിക്കരുത്. അതല്ല നമുക്ക് ഉണ്ടാകേണ്ടത്. നമുക്ക് സമാധാനപരമായി സ്വസ്ഥതയിൽ ശാന്തമായി ജീവിക്കാൻ പറ്റിയ ഒരു സാഹചര്യം രൂപപ്പെടുത്തിയെടുക്കേണ്ടതുണ്ട്. അതിനുള്ള ഭൗതികമായിട്ടുള്ള ചുറ്റുവട്ടങ്ങൾ, അത് നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ, അത് സാധാരണ എല്ലാ മനുഷ്യർക്കും അറിയാവുന്ന കാര്യങ്ങൾ, അത് സമയബന്ധിതമായി നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് ഭരണകൂടം ഇച്ഛാശക്തി കാണിക്കേണ്ടതുണ്ട്. അത് നമ്മളിതിനു മുമ്പ് ഈ പ്രഖ്യാപനങ്ങൾ പലതും കേട്ടിട്ടുള്ളതാണ്. ഡാമുകളിലെ എക്കൽ അത് മാറ്റുന്നതിനുള്ള നടപടിക്രമങ്ങൾ ഉണ്ടാകുന്നതിന് സൂചിപ്പിക്കപ്പെടുന്നത് പലയാവർത്തി പ്രഖ്യാപനങ്ങൾ നമ്മൾ കേട്ടിട്ടുള്ളതാണ്. ആരാണോ ഇതിനെ നിയന്ത്രിക്കുന്നത് ആ നിയന്ത്രണങ്ങൾക്ക് അതീതമായി ആർജവത്വമുള്ളൊരു ഗവൺമെന്റ് ആയിട്ട് ഗവൺമെന്റ് പ്രവർത്തിക്കുന്നത്. ഈ മലപ്രദേശത്തുള്ള ലക്ഷക്കണക്കിന് ആളുകൾ താമസിക്കുന്ന ഈ സ്ഥലത്ത് അപകടങ്ങൾ പല രീതിയിൽ വരാൻ സാധ്യതയുള്ള ഈ സ്ഥലത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഉത്തരവാദിത്വപൂർണ്ണമായുള്ള പെരുമാറ്റം എന്ന് പറയുന്ന പ്രവൃത്തി എന്ന് പറയുന്നത് ഈ ഇത്രയും ഡാമുകൾ, എണ്ണമറ്റ ഡാമുകൾ സ്ഥിതി ചെയ്യുന്ന ഈ സ്ഥലത്തെ ഡാമുകളെ ജലസംഭരണികളാക്കി നിലനിർത്താൻ വേണ്ടിയിട്ട് പരിശ്രമിക്കുക എന്നുള്ളത്. അതിന് ഗവൺമെന്റ് ഇച്ഛാശക്തി കാണിക്കണം. ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ കൂടുതൽ സജീവമാകണം. പുനരധിവാസ പ്രവർത്തനങ്ങളൊക്കെ സജീവമാക്കാൻ വേണ്ടി ഏകോപിപ്പിക്കുന്നതോടൊപ്പം നമ്മൾ കുറച്ചുകൂടി ദീർഘവീക്ഷണത്തോടു കൂടി കാര്യങ്ങളെ നോക്കിക്കണ്ട് പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് ഭരണകൂടം അത് തയ്യാറാകണം. അതിനു വേണ്ടിയിട്ട് പ്രവർത്തിക്കണം എന്നാണ് പറയുന്നത്. വളരെ വ്യക്തമാണ്. നമുക്ക് സമയം അതിക്രമിച്ചെങ്കിൽ നമ്മൾ വളരെ പെട്ടെന്ന് വൈൻഡപ്പ് ചെയ്യുന്നു. 2 പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ശ്രീ അഖിലേഷിനോട്, ശ്രീ ജോൺസൺ കുച്ചുപറമ്പിനോട്. നമുക്കറിയാം ശ്രീ അഖിലേഷ്, നമുക്കറിയാവുന്നതുപോലെ കേരളത്തിന്റെ ഒരു പ്രകൃതിദത്ത വെള്ളപ്പൊക്ക നിയന്ത്രണ സംവിധാനങ്ങൾ അത് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അത് യാഥാർത്ഥ്യമാണ്. ഒരു മഴത്തുള്ളി പശ്ചിമഘട്ട മലനിരകളിൽ വീഴുന്ന ആ ഘട്ടം മുതൽ അത് അറബിക്കടലിൽ എത്തുന്നത് വരെയുള്ള നമ്മുടെ പ്രകൃതിദത്ത സംവിധാനങ്ങളൊക്കെ ഒരു പരാജയത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. അതിനാൽ തന്നെ മുമ്പ് അങ്ങ് പലപ്പോഴും സൂചിപ്പിച്ചിട്ടുള്ളതാണ്, ഇത്തരത്തിലുള്ളൊരു വാട്ടർ മാനേജ്മെന്റ് നമ്മുടെ സ്വന്തം വീടുകളിൽ നിന്നല്ലേ ഏറ്റവും ആദ്യം തന്നെ നമ്മൾ തീർച്ചയായിട്ടും അത് ആരംഭിക്കേണ്ടത്. നമ്മൾ ഈ പലതുള്ളി പെരുവെള്ളം എന്നൊക്കെ പറയുന്നത് പോലെ അങ്ങനെ ഓരോരുത്തരും സ്വയം വിചാരിക്കേണ്ട ഒരു കാര്യം തന്നെയല്ലേ ഓരോരുത്തർക്കും കൃത്യമായിട്ടുള്ള ഈ റോള് കേരളത്തിന്റെ ഒരു വാട്ടർ മാനേജ്മെന്റിൽ കൃത്യമായിട്ടും വഹിക്കാനില്ലേ ശ്രീ അഖിലേഷ്? തീർച്ചയായും ഇതിനകത്ത് നേരത്തെ ചോദിച്ചതിന്റെ ഒരു ബാക്കി പത്രവും കൂടെ ഉണ്ട്. അതിനകത്ത് ഈ
നമ്മൾ ഏറ്റവും കൂടുതൽ ഡിസ്കസ് ചെയ്തത് 2018 ഫ്ലഡിന് ശേഷം റൂം ഫോർ ദ റിവർ എന്ന് പറയുന്ന ഒരു പ്രോജക്റ്റാണ്. ആ പ്രോജക്റ്റ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നെതർലൻഡ്സിൽ നടപ്പാക്കിയ ഒരു പ്രോജക്റ്റിനെ കേരളത്തിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു ശ്രമമായിരുന്നു അന്ന് നടത്തിയിരുന്നത്. അതിനകത്തുള്ള ഒരു ടേക്ക് എന്ന് പറയുന്നത്, കേരളം അതിൽ നിന്ന് പഠിക്കേണ്ടത് ആ പ്രോജക്റ്റ് എങ്ങനെ നടപ്പിലാക്കാം എന്നുള്ളതിനും അപ്പുറം അവരുടെ ചിന്താഗതിയാണ്. അവര് വെള്ളത്തോട് യുദ്ധം ചെയ്യുന്നത് നിർത്തിയിട്ട് വെള്ളത്തോടൊപ്പം ജീവിക്കാൻ പഠിച്ചു. ഈ തോട്ട് പ്രോസസ്സിൽ വന്ന ചേഞ്ച് ആണ് അവിടെ അതിന്റെ സക്സസ് കൊണ്ടുവന്നത്. ഇതിനകത്ത് കൊണ്ടുവരുന്ന ഫ്ലഡ് ഗേറ്റുകളോ അല്ലെങ്കിൽ ഇതിനകത്ത് കൊണ്ടുവരുന്ന ഇൻഫ്രാസ്ട്രക്ചറോ ആയിരുന്നില്ല. നേരെ മറിച്ച് ഈ ഒരു തോട്ട് പ്രോസസ് ആണ് അവിടുത്തെ ആ പ്രോജക്റ്റിനെ സക്സസിലേക്ക് കൊണ്ടുവന്നത്. ഇപ്പം ജോർജ് ചോദിച്ച ഒരു ചോദ്യവുമായിട്ട് ബന്ധപ്പെട്ട് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ വീടുകളിൽ നിന്ന് തന്നെയാണ്. നമ്മുടെ വീടുകളിൽ പെയ്യുന്ന മഴയെ നമ്മൾ എങ്ങോട്ടാണ് വിടുന്നത്? നമ്മള് 10 സെന്റ് സ്ഥലമുണ്ടെങ്കിൽ കിണറിൽ ഒരു റീചാർജ് ചെയ്ത് കൊടുക്കാൻ നമുക്ക് പറ്റുന്നുണ്ടോ? നമ്മൾ എന്താ നിലവിൽ ഇപ്പൊ ചെയ്യുന്നത്? നമ്മൾ കംപ്ലീറ്റ്ലി ടൈലിട്ട് ഒരു തുള്ളി വെള്ളം പോലും നമ്മുടെ വീട്ടിന് ഒരു ഭാഗത്ത് നിൽക്കാൻ നമ്മൾ സമയം കൊടുക്കാതെ ഈ വെള്ളത്തെ പുറത്തേക്ക് നമ്മൾ വിടുന്നു. ഇങ്ങനെ എല്ലാ വീടുകളിലും നിന്നും വെള്ളം വന്ന് അവസാനം ഇത് ഫ്ലഡിലേക്ക് എത്തുന്നു. കാര്യം നമ്മുടെ 22 ലക്ഷം കിണറുകളുണ്ട് കേരളത്തില്. ഞാൻ നേരത്തെ പറഞ്ഞ 5% ഡാം റിസർവറിന്റെ കപ്പാസിറ്റിന്റെ അത്രയും തന്നെ കപ്പാസിറ്റി ഉള്ളതാണ് നമ്മുടെ കിണറുകളുടെ എണ്ണം. നമുക്ക് 81 ഡാമുകളുള്ളപ്പോൾ 22 ലക്ഷം കിണറുകളാണ് കേരളത്തിലുള്ളത്. ഈ വെള്ളം ആ കിണറുകളിലേക്ക് എത്താനുള്ള സമയം നമ്മൾ കൊടുക്കുന്നുണ്ടോ? ഇത് കിണറുകളിലേക്ക് വെള്ളം വരുന്നത് ഫ്ലഡ് വാട്ടർ ആയിട്ടല്ല, അത് ഗ്രൗണ്ട് റീചാർജ് ചെയ്ത് അതിന്റെ ഉറവകൾ വഴിയാണ് ആ കിണറുകളിലേക്ക് വെള്ളം എത്തേണ്ടത്. അപ്പം ഈ പറയുന്ന പോലെ നമുക്ക് ഇൻഡിവിജ്വൽ ലെവലിൽ ചെയ്യുന്നത് തൊട്ട് ഗവൺമെന്റിന്റെ തലത്തിൽ ചെയ്യുന്നത് വരെയുള്ള ഒരുപാട് ഫാക്ടേഴ്സ് ഇതിനകത്തുണ്ട്. അപ്പം എനിക്ക് തോന്നുന്നു ഈ പറയുന്നത് നമുക്ക് നേരത്തെ ഇവിടെ ജോൺസൺ സാർ പറഞ്ഞു തുടങ്ങിയത്, അതായത് പ്രളയം എന്ന് പറയുന്നത് അതൊരു പ്രകൃതി ദുരന്തമായിട്ട് മാറുന്നത് നമ്മുടെ പല കാര്യങ്ങളും നമ്മുടെ മിസ്മാനേജ്മെന്റും കൊണ്ടാണ് അതൊരു ദുരന്തമായിട്ട് മാറുന്നത്. ഈ പറയുന്ന പെയ്യുന്ന മഴ പണ്ടും പെയ്തിട്ടുണ്ട്, ഇനി നാളുകളിലും പെയ്യുന്നുണ്ടാകും. അതിന് സ്വഭാവത്തിനെ മാറ്റി ആ സ്വഭാവത്തെ നമുക്ക് മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് ജീവിക്കാനായിട്ട് പറ്റണം. വളരെ നമ്മുടെ ഏറ്റവും ലാസ്റ്റ് ആയിട്ട് ശ്രീ ജോൺസൺ കുച്ചൂർ, നമുക്കറിയാം ജിൻസച്ചനും അഖിൽ സാറൊക്കെ സൂചിപ്പിച്ചതുപോലെ ഈ പറയുന്നത് പോലെ ഈ വെള്ളത്തിനെതിരെ യുദ്ധം ചെയ്യുക എന്നതിനേക്കാൾ ഉപരി ഈ വെള്ളത്തെ എങ്ങനെ മെരിക്കുക, അതിനെ കൃത്യമായി മാനേജ് ചെയ്യുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയല്ലേ? അത് ഇൻഡിവിജ്വൽ തലത്തിൽ മുതൽ അങ്ങ് ഗവൺമെന്റ് തലത്തിൽ വരെ എല്ലാവരും ഒറ്റക്കെട്ടായി അതിൽ കൃത്യമായിട്ടുള്ള റോള് വഹിക്കാനില്ലേ? ഒപ്പം തന്നെ നമുക്ക് പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മൾ അടുത്ത വർഷത്തെ ഒരു പ്രളയം അത് അടുത്ത വർഷം മെയ്യിലോ അല്ലെങ്കിൽ ജൂണിലോ അല്ല അതിന്റെ മാനേജ്മെന്റ് ആരംഭിക്കേണ്ടത്, നാളെ മുതൽ ആരംഭിക്കേണ്ട ഒരു മനോഭാവത്തിലേക്ക് അഖിലേഷ് സാർ സൂചിപ്പിച്ചതുപോലെ ഒരു തോട്ട് പ്രോസസ്സിൽ കൃത്യമായിട്ടുള്ളൊരു ചേഞ്ച് അത്യന്താപേക്ഷിതം തന്നെയല്ലേ ശ്രീ ജോൺസൺ കുച്ചപ്പറമ്പ്? അത് ഈ മഴക്കാല മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞാണ് ആ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. അത് ത്രിതല പഞ്ചായത്തുകളുടെയും ജില്ലാ നേതൃത്വത്തിന്റെയും ഒക്കെ നേതൃത്വത്തിൽ അല്ലെ കോർപ്പറേഷനിലും ഒക്കെ നേതൃത്വത്തിലാണ് നടക്കുന്നത്. ആ നടത്തുന്നത് ഒരു തൊഴിലുറപ്പ് പദ്ധതിയായി, ഒരു ചടങ്ങായി പലപ്പോഴും മാറുക. ഈ പറഞ്ഞതുപോലെ ഈ നഗരങ്ങളിലെ ഓടകൾ മാത്രം ഒന്ന് ക്ലീൻ ചെയ്ത് അല്ലെങ്കിൽ തോടുകളുടെ അരികെ മാത്രം ഒന്ന് തെളിച്ചിട്ട് പോകുന്ന ഒരു പ്രോസസ്സായിട്ട് അതിനുള്ള ഫണ്ടൊക്കെ ഉള്ളായിരിക്കും. അത് ഞാൻ അവരെ കുറ്റം പറയുന്നില്ല, പക്ഷെ അതാണ് നടക്കുന്നത്. യഥാർത്ഥത്തിലുള്ള മഴക്കാല മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ അത് കാലെ കൂട്ടി പദ്ധതിയായിട്ട് ഓരോ പ്രദേശങ്ങളും പോയി കണ്ട് ഫീൽഡ് കണ്ട് ഒരു തോടിന്, ഒരു പുഴയ്ക്ക് അല്ലെങ്കിൽ ഒരു ഡാമിന് അവിടെ എന്ത് രീതിയിലുള്ള മഴക്കാല മുന്നൊരുക്ക പ്രവർത്തനങ്ങളാണ് നടത്തേണ്ടത്, ഒരു നഗരത്തില് എങ്ങനെയാണ് മുൻകാല ഇത് നടത്തേണ്ടത്, അത് കൃത്യമായ പ്ലാനിങ് ഉണ്ടാകണം. ആ പ്ലാനിങ്ങിനുള്ള ഫണ്ട് കൊടുക്കണം. അത് കൃത്യമായി ജോർജ് പറഞ്ഞതുപോലെ വേനൽക്കാലത്ത് ചെയ്യണം. ഇന്നലെ പോലും നമ്മൾ കണ്ടല്ലോ, മുൻകാലങ്ങളിലും കണ്ടിട്ടുണ്ട്, ഇന്നലെ പോലും കണ്ടല്ലോ, ഈ ഭരണങ്ങാനം അടക്കമുള്ള പ്രദേശങ്ങളില് ഈ മീനച്ചിലാറിലെ വെള്ളം ഇറങ്ങിയപ്പോ അവിടെ വന്ന് അടിഞ്ഞുകൂടിയിരിക്കുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ, അടിമാലി ദേശീയപാതയില് ഈ ഒരു റോഡിൽ കൂടെ വെള്ളം ഒഴുകുക. അതിന് കാരണം അവിടുത്തെ ഒരു കരിങ്കിൽ അടിഞ്ഞുകൂടിയിരുന്ന മാലിന്യങ്ങളാണ്. അത് നീക്കം ചെയ്യാൻ പറ്റുന്നില്ല. അത് റോഡിലൂടെ ഒഴുകി റോഡിന്റെ ആകാശം ഇടിച്ചു പോകുന്നു. അപ്പം ഇതെല്ലാം നമ്മൾ ചെയ്യേണ്ടത് മഴക്കാല മുന്നൊരുക്ക പ്രവർത്തനങ്ങളാണ്. അത് അടിവരയിട്ട് നമുക്ക് പറയാം ജോർജി, അത് കൃത്യമായ പ്ലാനിംഗ് ഉണ്ടാവണം. പ്ലാൻ മാത്രമല്ല, അതിന് പദ്ധതി ഉണ്ടാവണം. ആ പദ്ധതിക്ക് ആവശ്യമായ പണം കൊടുക്കണം. എന്നിട്ട് ഇത് വേനൽക്കാലത്ത് ചെയ്യണം. 2, സമയക്കുറവുകൊണ്ട് വളരെ പെട്ടെന്ന് പറഞ്ഞോളാം. 2, ഈ പുഴ മണൽ വാരുന്നതിനെ കുറിച്ചും ഇവിടുത്തെ ജലാശയങ്ങൾ വൃത്തിയാക്കുന്നതിനെ കുറിച്ചും. അത് തുറന്നു വിട്ടാൽ മാത്രം പോകില്ല. കാരണം
ഡാമുകളുടെ ഈ ഷട്ടറുകൾ എന്ന് പറയുന്നത് കുറെ കൂടെ ഉയരത്തിലാവും. അത് ഈ മുങ്ങിക്കപ്പൽ പോലെയുള്ള യന്ത്ര സംവിധാനങ്ങളുണ്ട്. ആ സംവിധാനങ്ങൾ കൊണ്ട് തന്നെ ക്ലീൻ ചെയ്തുകൊണ്ട് ജലസംഭരണ ശേഷി വർദ്ധിപ്പിച്ചുകൊണ്ടും പുഴമണൽ വാരിക്കൊണ്ടും മാത്രമേ കഴിയുള്ളൂ. കാരണം അവിടെ പരിസ്ഥിതി സംഘടനകളെ ഇടപെടാൻ അനുവദിക്കരുത്. കോടതികളിൽ അത്തരമൊരു വ്യവഹാരങ്ങൾ വന്നാൽ അത് കൃത്യമായി ഗവൺമെന്റ് നേരിടണം. കാരണം ഈ പാറപ്പൊടിക്ക് വേണ്ടി അല്ലെങ്കിൽ ക്വാറി ഉൽപ്പന്നങ്ങൾക്ക് വേണ്ടി കരിങ്കല്ല് പൊട്ടിക്കുന്നതിന്റെ അത്ര മാരകമായ പരിസ്ഥിതി ആഘാതം പുഴമണൽ കോരുന്നത് കൊണ്ട് ഈ ജലാശയങ്ങൾ ശുദ്ധീകരിക്കുന്നത് ഉണ്ടാവില്ല എന്ന് ഗവൺമെന്റ് കോടതിയിൽ സ്ഥാപിച്ചെടുക്കണം. അങ്ങനെ പരിസ്ഥിതി സംഘടനകളെ മൂക്കുകയറിട്ടെങ്കിൽ ഈ പദ്ധതികൾ നടപ്പിലാകും. അതിലൂടെ മാത്രമേ, ഇപ്പോ അഭിലാഷ് സാർ പറഞ്ഞു ജലത്തിനോടൊപ്പം, പക്ഷെ ആ സിസ്റ്റത്തിലേക്ക് വരണമെങ്കിൽ നമുക്ക് ഇത്തരം വെല്ലുവിളികളെ മറികടക്കേണ്ടതുണ്ട്. അതിനോടൊരു സാഹചര്യം ഗവൺമെന്റ് ഇച്ഛാശക്തിയോടുകൂടി നടപ്പിലാക്കട്ടെ. അതിനെല്ലാ സംഘടനകളും പൊതുസമൂഹവും പിന്തുണ കൊടുക്കട്ടെ. ഇപ്പൊ ഓപ്പറേഷൻ തൂഫാൻ നടക്കുന്ന പോലെ ഒരു വലിയ ഒരു പ്രൊജക്റ്റായി ഇത് വരട്ടെ എന്നാണ് നമുക്ക് പറയാനുള്ളത്. തീർച്ചയായും വളരെ വ്യക്തമാണ്. മഴ തീർച്ചയായിട്ടും മനുഷ്യരാശിക്ക് ഒരു അനുഗ്രഹം തന്നെയാണ്. എന്നാൽ അത് പലപ്പോഴും ഒരു കണ്ണീരായി മാറുന്നത് അത് പ്രകൃതിയുടെ കുഴപ്പം കൊണ്ടല്ല, ആ മഴയെ കൃത്യമായിട്ട് മാനേജ് ചെയ്യുന്നതിൽ മനുഷ്യർ പുലർത്തുന്ന ഒരു അലംഭാവം തന്നെയാണ്. അടിയന്തര പ്രാധാന്യത്തോടുകൂടി തന്നെ കേരളത്തിലെ ഭരണകൂടം ഈ വാട്ടർ മാനേജ്മെന്റിന്റെ കാര്യത്തിൽ ഇവിടെ പങ്കുവച്ച ആശയങ്ങളുടെ കാര്യത്തിൽ കൃത്യമായിട്ടുള്ള ഒരു ഇടപെടൽ നടത്തട്ടെ. അതിനുള്ള കൃത്യമായിട്ടുള്ള ഇച്ഛാശക്തി നടത്തട്ടെ. അത് ഗവൺമെന്റിന്റെ മാത്രം ഉത്തരവാദിത്തമല്ല, നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തം കൂടിയാണ് എന്ന കാര്യം കൂടി ഓർമ്മിപ്പിക്കുന്നു. അടിയന്തര പ്രാധാന്യത്തോടുകൂടിയുള്ള ഒരു ഇടപെടൽ ഉണ്ടായില്ലെങ്കിൽ 2018, 2019, 2020, 2021, 2024 ഒക്കെ വരും വർഷങ്ങളിൽ കൂടുതൽ തീവ്രതയോടെ കേരളത്തിൽ ആവർത്തിക്കപ്പെടാനുള്ള ഒരു സാധ്യത ഉണ്ട് എന്ന മുന്നറിയിപ്പ് കൂടി നൽകുകയാണ്. ഇന്ന് ഈ ചർച്ചയിൽ വളരെ സജീവമായി പങ്കെടുത്ത ഫാദർ ജിൻസ് കാരക്കാട്ട്, ഒപ്പം തന്നെ ശ്രീ അഖിലേഷ് രമേശ്, ഒപ്പം തന്നെ ശ്രീ ജോൺസൺ കൊച്ചുപറമ്പൻ, 3 പേർക്കും നന്ദി.